ആ സുവിശേഷം പറഞ്ഞുകൊണ്ട് നടക്കുന്ന തെണ്ടിയില്ലേ, അവൻ കാരണം ഇപ്പോൾ ഈ ഏരിയയിൽ നമുക്ക് ബിസിനസ് കുറവാണ്. ഇവിടെയുള്ള സ്കൂൾ പിള്ളേരും കോളേജ് പിള്ളേരും ഒന്നും നമ്മുടെ അടുത്ത് ചരക്കെടുക്കാൻ വരുന്നില്ല. അവനെല്ലാവരും കൈക്കലാക്കി വെച്ചിരിക്കുമല്ലേ. ഇന്ന് ഞാൻ അവനെ കണ്ട് ഈ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ കൊച്ചിക്കുള്ളൂ. നീയൊന്നും പറഞ്ഞ കാര്യമില്ല, ഇതൊരു ചീള് കേസാണ്. അവനെ ഒന്നും ഇമ്മ പേടിപ്പിച്ച് വിടേണ്ട കേസുള്ളൂ. നീ കൊച്ചിയിലെ കാര്യങ്ങളൊക്കെ നോക്ക്. ഞാനേതായാലും രാത്രിയാവും വരുമ്പോൾ. എന്നാ വെച്ചേര്. പാസ്റ്ററേ, ഞാൻ കുറച്ച് വരത്തന. തനിക്ക് എന്നെ അറിയത്തില്ലായിരിക്കും, പക്ഷേ ഈ ഏരിയയിലുള്ള പിള്ളേർക്കൊക്കെ എന്നെ അറിയാം. കാരണം ഞാൻ അവരായിട്ട് കുറച്ച് ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷെ താൻ വന്നു കഴിഞ്ഞപ്പോൾ അത് മൊത്തം കോളമായി. തൻ്റെ മറ്റേ പരിപാടി ഉണ്ടല്ലോ, സുവിശേഷമോ, മറ്റേ പരിപാടി താനങ്ങ് നിർത്തിക്കും. ഈ ഏരിയയിലുള്ള പിള്ളേർ മുഴുവൻ ഇപ്പം അതിൻ്റെ വഴിക്ക് പോയതുകൊണ്ടേ ഞങ്ങളുടെ ബിസിനസ് ഒന്നും നടക്കുന്നില്ല. വെറുതെ ഈ പ്രായത്തിൽ ഓരോ പൊല്ലാപ്പ് വരുത്തി വെക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് പറഞ്ഞതൊക്കെ മനസ്സിലായല്ലോ. അപ്പം ഇന്ന് തന്നെ പെട്ടിയും കിടക്കുകയൊക്കെ ആയിട്ട് ഇവിടെ നിന്ന് പൊക്കോണം. പിന്നെ ഈ പ്രദേശത്തൊന്നും കണ്ടേക്കരുത്. അതല്ലാന്നുണ്ടെങ്കിൽ കൊച്ചിയിൽ നിന്ന് ഫ്രെഡോ വീണ്ടും ഒന്നിങ്ങ് വരും. അങ്ങനെ വരുത്തിക്കാൻ നോക്കരുത്, അല്ലേ തനിക്ക് നല്ലത്. എന്നാൽ പിന്നെ അങ്ങനെ ആട്ടെ. കുഞ്ഞേ ഫ്രെഡോ, ഒരു നിമിഷം ഒരു കാര്യം പറഞ്ഞോട്ടെ. കുഞ്ഞേ, ഞാൻ ആർക്കും ദോഷം വരുന്നതായി ഇവിടെ ഒരു കാര്യം ചെയ്യുന്നു. ഈ വഴിതെറ്റിപ്പോകുന്ന പിള്ളേരെ ദൈവമാർഗത്തിലേക്ക് കൊണ്ടുപോകും. അത് തെറ്റാണോ? എടോ പാസ്റ്ററേ, തനിക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. പാസ്റ്റർ ആയതുകൊണ്ടാണ് ഞാൻ മാന്യമായിട്ടൊക്കെ കാര്യം പറഞ്ഞത്. സാധാരണ ഫ്രെഡോ ഇങ്ങനെ മാന്യമായിട്ടൊന്നും സംസാരിക്കുന്ന ഒരാളല്ല. ഇനിയിപ്പം തന്നെ എന്ത് ചെയ്യുന്നു? എന്നടാ പറയടാ, നീ ആരുടെ കാര്യമായി പറയുന്നേ?
മോനെ ഫ്രെഡോ, ഇപ്പം ഞാനാരാണെന്ന് നിനക്ക് മനസ്സിലായല്ലോ. നീയും നിൻ്റെ പിള്ളേർ ഇവിടെ ബിസിനസ് എന്ന് പറഞ്ഞ് കയറി വന്ന എല്ലാത്തിനെയും തീർത്ത് നിൻ്റെ ബോസിനോട് പറഞ്ഞേരെ, ഞാനങ്ങ് വരുന്നുണ്ട് ചില കണക്കുകൾ തീർക്കാൻ.